മുൻപ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടിന് തിരിച്ചടിയായിക്കൊണ്ട് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ വന്നിരുന്നതാണ്. മാത്യു കുഴൽനാടിന്റെ കൈവശം ചിന്നക്കനാലിൽ 50 സെന്റ് അധിക ഭൂമിയുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലായിരുന്നു റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോഴിതാ വിജിലൻസിന് പിന്നാലെ മാത്യു കുഴൽനാടിനെതിരെ ഭൂമി കയ്യേറ്റത്തിന് റവന്യൂ വകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് ഭൂമി അധികം കൈവശം വെച്ചതിന് ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് MLA-ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നതാണ്. ആധാരത്തിൽ വില കുറച്ച് കാണിച്ചെന്നതാണ് MLA-ക്കെതിരെ ആദ്യം ഉയർന്ന പരാതി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചിന്നക്കനാലിൽ ആധാരത്തിൽ പറയുന്നതിനേക്കാൾ 50 സെന്റ് അധിക ഭൂമിയുള്ളതായി കണ്ടെത്തിയത്. 2021 3 ആധാരങ്ങളിലായി ചിന്നക്കനാലിലെ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മാത്യു കുഴൽനാടനും 2 പത്തനംതിട്ട സ്വദേശികളും ചേർന്ന് വാങ്ങിയത്. വില കുറച്ചാണ് വാങ്ങിയതെന്ന ആരോപണം ഉയർന്നതോടെയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ കാണിച്ചിട്ടുണ്ടെന്നാണ് മാത്യു കുഴൽനാടൻ ഇതിനെതിരെ പ്രതികരിച്ചത്. കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിലപാടിനോടുള്ള പ്രതികരണമാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്നാൽ വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ടു പോവുകയും ഭൂമി അളന്നതോടെയാണ് 50 സെന്റ് അധിക ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന്റെ റിസോർട്ട് ഇരിക്കുന്ന ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധികം ഉണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലം അളന്നിരുന്നു. ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത്. 3 ആധാരങ്ങളിലായി 1 ഏക്കർ 23 സെന്റ് ഭൂമിയാണ് മാത്യു കുഴൽനാടന്റെ പേരിലുള്ളത്. തുടർന്ന് അന്വേഷണം നടത്തിയ റവന്യൂ വകുപ്പും ഈ റിപ്പോർട്ട് ശരിവെച്ചു. അതേസമയം മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് സ്ഥലം വിറ്റ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി പീറ്റർ ഓസ്റ്റിൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. MLA-ക്ക് കൈമാറിയ ഭൂമിയിൽ വിവാദമായ 50 സെന്റ് ഇല്ല, കെട്ടിട നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് 1000 ചതുരശ്ര അടിയുടെ കെട്ടിടം രേഖകളിൽ കാണിക്കാതിരുന്നത്. മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറുകയോ മതിൽ കെട്ടുകയോ ചെയ്തിട്ടില്ല എന്നും വാർത്ത വന്നപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധിക്കുന്നതെന്നും മാത്യു റീറ്റെയിനിങ് വോൾ കെട്ടുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പീറ്ററിന്റെ ഭാര്യയുടെ അമ്മയുടെ പേരിലുള്ള 4000 ചതുരശ്ര അടിയുള്ള റിസോർട്ടും അച്ഛന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലവും കെട്ടിടങ്ങളുമാണ് 2021 മാത്യു കുഴൽനാടന് വിറ്റത്. 1 ഏക്കർ 20 സെന്റ് ഭൂമി 2.15 കോടി രൂപയ്ക്ക് ന്യായവിലയേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് ഇടപാട് നടത്തിയത്. 1000 ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിന്റെ വിവരം മറച്ചുവെച്ച് നികുതി വെട്ടിച്ചെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിയല്ലെന്ന് പീറ്റർ ഓസ്റ്റിൻ പറയുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാത്ത കെട്ടിടമാണ്, നമ്പർ കിട്ടിയിട്ടില്ല, നിർമ്മാണം പൂർത്തിയാക്കാത്ത കെട്ടിടമാണ്, അതുകൊണ്ട് കാണിച്ചില്ലെന്നും ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മാത്യു കുഴൽനാടന്റെ ദീർഘകാലമായുള്ള സുഹൃത്താണ് പീറ്റർ. പരാതിയിൽ 2 തവണയാണ് പീറ്ററിനെയും ഭാര്യയുടെ അമ്മയായ ജെനിഫറിനെയും വിജിലൻസ് ചോദ്യം ചെയ്തത്. ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് സ്ഥലം അളക്കുക കൂടി ചെയ്യാതെ രജിസ്ട്രേഷൻ നടത്തിയതെന്നും കപ്പിത്താൻസ് ഗ്രൂപ്പ് ഡയറക്ടറുമായ പീറ്റർ ഓസ്റ്റിൻ പറയുന്നു. അതുപോലെ മാത്യു കുഴൽനാടൻ തന്റെ ഫേസ്ബുക്കിലൂടെ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് റിസോർട്ടുമായി ബന്ധപ്പെട്ട തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്നതിനായി ശ്രമിച്ചിരുന്നു. മാത്യു കുഴൽനാടന്റെ ആ വീഡിയോ കാണാം. ഈ പ്രോപ്പർട്ടിയിൽ എവിടെയെങ്കിലും കോമ്പൗണ്ട് വാൾ, മതില് ഉണ്ടെങ്കിൽ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. പത്രക്കാർ അംഗീകരിച്ചു. ഈ പ്രോപ്പർട്ടിക്ക് കോമ്പൗണ്ട് വാൾ ഇല്ല. നമ്പർ 1. യഥാർത്ഥത്തിൽ ഇതിനുള്ളത് നാച്ചുറൽ ബൗണ്ടറീസ് ആണ്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ലാൻഡ്സ്കേപ്പ് ആണ്. ഓപ്പൺ ലാൻഡ്സ്കേപ്പിൽ നിൽക്കുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസം ഫെസിലിറ്റി എന്ന് കണ്ടാൽ മതി. നിങ്ങൾക്ക് കാണണ്ടേ, ഇതൊക്കെ നാച്ചുറൽ ഫോർമേഷനിൽ ഇങ്ങനെ പോകുന്ന അതിരുകളാണ് ഇതിനൊക്കെ. ഇതൊന്നും മതിൽ കെട്ടി ഒന്നും ചെയ്തിട്ട് ഈ തേയില നിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ അതിരടയാളം എന്ന് പറഞ്ഞത്. ഈ തേയില ഞാൻ വന്നിട്ട് വെച്ചുണ്ടാക്കിയതല്ല. ഇതിന്റെ പഴക്കം
നിങ്ങൾക്ക് അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ അറിയാം. 14 മുതൽ 20 വർഷം വരെ പഴക്കമുള്ള തേയിലയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി എങ്ങനെയായിരുന്നു പ്രോപ്പർട്ടി അതേപടി ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ഉള്ള ഏരിയൽ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളതാണ് ഈ ബൗണ്ടറി എന്ന് പറയുന്ന സാധനം. ഈ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കോമ്പൗണ്ട് വാള് കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇറക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബൗണ്ടറി ഡിമാർക്കേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനത് മാധ്യമങ്ങളോട് ഇവിടെ ഒന്ന് നേരിട്ട് പരിശോധിക്കാൻ പറഞ്ഞു. അവരെല്ലാം ചുറ്റും 4 ചുറ്റും പരിശോധിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു ഇതിന് പ്രത്യേകമായ അതിർത്തി അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിന്റെ സ്റ്റീപ്നെസ് നിങ്ങളൊന്ന് നോക്കണം. ഇത് ഭയങ്കര തൂക്കാൻ ചെരിവ് പോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ സ്റ്റീപ്പായിട്ടുള്ള പ്രോപ്പർട്ടികൾ ഹില്ലി ഏരിയയിലുള്ളവർക്ക് അതറിയാം, ഇടുക്കിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. ചെരിവുള്ള പ്രോപ്പർട്ടി അളക്കുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും വെച്ചാണ് നമ്മൾ അളവെടുത്ത് നമ്മൾ ആധാരത്തിൽ കാണിക്കുക. പക്ഷേ അതിന്റെ കാർപ്പറ്റ് ഏരിയ അളന്നാൽ ഡെഫിനറ്റ്ലി അതിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇടുക്കിയിലെ ഭൂരിപക്ഷം പ്രോപ്പർട്ടികൾക്കും ഈ ചെരിഞ്ഞ ചെരിവുള്ളത് കൊണ്ട് വിരിവ് എന്നാണ് അതിന് പറയുക. പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ആധാരത്തിലുള്ള സ്ഥലം കൂടാതെ കുറച്ച് സ്ഥലം കൂടുതൽ വരുന്നത് വിരിവായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു, പലരും പറഞ്ഞൊരു കാര്യം, ഈ പ്രോപ്പർട്ടി ഞാൻ അളന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും അളക്കാതെ ഭൂമി വാങ്ങുമോ എന്നുള്ള ഒരു ചോദ്യം പല കോണിൽ നിന്നും. നാളിതുവരെ ഈ സമയം വരെ ഞാൻ ഈ പ്രോപ്പർട്ടി അളന്നു നോക്കിയിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്. 2 കാര്യങ്ങളാണ് അതിനുണ്ടായിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ തീരുമാനിച്ച് പൈസ കൊടുത്ത് പേയ്മെന്റ് നടത്തി ഈ പ്രോപ്പർട്ടി എൻ്റെ കയ്യിൽ വന്നു. പക്ഷെ രജിസ്ട്രേഷന് വേണ്ടി സമയമെടുത്ത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പെട്ടെന്ന് സ്ഥാനാർത്ഥിയാവുന്നത്. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ എനിക്കുള്ള സ്വത്തുക്കളെല്ലാം കാണിക്കണമെന്നുള്ളതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓവർ നൈറ്റ് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരുത്തൻ വോട്ട് പിടിക്കാൻ നോക്കുമോ അതെയോ സ്ഥലം അളക്കാൻ പോവോ? അളക്കാതെ എനിക്ക് അന്ന് ഈ രജിസ്ട്രേഷൻ നടന്നു. രണ്ടാമത്തെ കാര്യം, എനിക്ക് പ്രോപ്പർട്ടി തന്ന ആളുകളെ അല്ലെങ്കിൽ ആ സുഹൃത്തിനെ, എനിക്ക് ആ കുടുംബത്തെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്നവരാണ്. അവരൊരിക്കലും അങ്ങനെ ഒരു തെറ്റായ അല്ലെങ്കിൽ കളവായിട്ട് കബളിപ്പിക്കുന്ന രീതിയിൽ ഇല്ലാത്ത സ്ഥലം അളന്ന് അല്ലെങ്കിൽ ഉണ്ട് എന്ന് കാണിച്ച് എൻ്റെ പണം വാങ്ങില്ല എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണ്. ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോഴിതാ വലിയൊരു തിരിച്ചടിയാണ് മാത്യു കുഴൽനാടന് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിയതിന് പിന്നിൽ മറ്റൊരു കാരണമായി ഉയർന്നു കേൾക്കുന്ന ആരോപണം എന്തെന്നാൽ, വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ നടത്തിയ പല ആരോപണങ്ങളുമാണ്. മാത്യു കുഴൽനാടൻ വീണയ്ക്കെതിരെ സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ മാത്യു കുഴൽനാടനെ വേട്ടയാടുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും വിമർശനങ്ങളുമാണ് കൂടുതലായി ഉയർന്നു കേൾക്കുന്നത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ തന്നെ രംഗത്ത് വന്നിരുന്നതാണ്. റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ താൻ തയ്യാറാണെന്നും എന്നാൽ ഈ ഒരു വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കി തനിക്കെതിരെ ഉപയോഗിക്കരുതെന്നും മാത്യു കുഴൽനാടൻ മുൻപ് പറഞ്ഞിരുന്നു.